മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ നടന്ന രാജ്ഭവനിലാണ് ഗവർണർ മുഖ്യമന്ത്രി പോരിന് മഞ്ഞുരുക്കം കണ്ടത്. ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് അവരൊന്നിക്കുകയാണ്. എന്നാൽ യുവമാരങ്ങൾ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. അവര് വഴക്ക് പറഞ്ഞ ചങ്ങായിമാരായില്ലേ? എപ്പാ നേരം വെളുത്ത് ഇത്രയല്ലായുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. സത്യപ്രതിജ്ഞാ ചടങ്ങിലും നിയമസഭയിലെ നയപ്രഖ്യാപനത്തിലും കണ്ട മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ശരീരഭാഷ മാറി. വേദിയിൽ തൊട്ടടുത്ത കസേരകളിൽ ഇരിക്കുമ്പോൾ മുഖഭാവത്തിൽ അകൽച്ച കുറഞ്ഞു. ഞങ്ങൾ ഒന്നാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരുന്നു ശരിക്കും മഞ്ഞുരുക്കം. ചായ സൽക്കാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹാളിലേക്ക് ക്ഷണിച്ചത് മറ്റാരുമല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ കുടി. മുഖ്യമന്ത്രിയുടെ മുഖത്ത് മന്ദസ്മിതം. സർക്കാർ വിഭവങ്ങൾ നിറച്ച പ്ലേറ്റ് മുഖ്യമന്ത്രിക്ക് നൽകിയതും ഗവർണർ. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. എന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണല്ല. തൊട്ടടുത്ത കസേരയിൽ ഒരുമിച്ചിരുന്നു. പക്ഷേ പരസ്പരം മിണ്ടുന്ന തരത്തിലേക്ക് മഞ്ഞുരുകിയിട്ടില്ല. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? 7 ബില്ലുകൾ അംഗീകരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും രാഷ്ട്രപതിയുടെ തല്ലും തലോടലുമാണ്. ഈ അവസരത്തിലാണ് ഇരുവർക്കുമിടയിൽ പോരിന്റെ മഞ്ഞുരുക്കം. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ഞാൻ പോകുന്നു. ബൈ ബൈ.